തൃശൂരിൽ ബി.ജെ.പി. ജില്ലാ നേതാവിന്റെ മേൽവിലാസം മറയാക്കി സംസ്ഥാന ഉപാധ്യക്ഷനും വോട്ട് ചെയ്തു. തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും കൌൺസിലറുമായ വി. ആതിരയുടെ വിലാസം ഉപയോഗിച്ചാണ് വി. ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തത്. വി. ഉണ്ണികൃഷ്ണന് ഇരട്ട വോട്ടുണ്ടായിരുന്നതിന്റെ തെളിവുകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ലിഷോയ് ചേർന്നു വിവരങ്ങളുമായി. ലിഷോയ്, വീണ്ടും ഒരുപാട് വാർത്തകൾ നമുക്കിങ്ങനെ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. വോട്ടർ പട്ടികയിൽ ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടായതിൽ ഈ വി. ഉണ്ണികൃഷ്ണന്റെ വോട്ടുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പക്കലുള്ള രേഖകളിൽ കാണുന്ന എന്തൊക്കെ ലിഷോയ്? തൃശ്ശൂരിലെ ബി.ജെ.പിയുടെ കൗൺസിലറാണ് വി. ആതിര. വി. ആതിരയുടെ വീട് പള്ളിപ്പറ്റ വീടാണ്. അത് കേരളവർമ്മ കോളേജിനടുത്താണ് ഇതിൻ്റെ ബൂത്ത് ഉള്ളത്. ഈ സംസ്ഥാന ഉപാധ്യക്ഷനായ ഉണ്ണികൃഷ്ണൻ്റെ വോട്ട് നിലവിൽ ഉള്ളത് പൊന്നാനിയിലാണ്. പൊന്നാനിയിലെ ബൂത്ത് നമ്പർ 21, അമ്പലപ്പാറ ഭാഗം 2, ക്രമനമ്പർ 972 അദ്ദേഹത്തിൻ്റെ വോട്ട് നിലവിൽ ഉണ്ടായിരുന്നത്. അത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ തിരൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. അതേസമയം തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ട് ചേർത്തിരുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തൃശ്ശൂർ നിയമസഭയിൽ തന്നെയുള്ള തൃശ്ശൂർ കോർപ്പറേഷനിൽ തന്നെയുള്ള ബൂത്ത് നമ്പർ 53 കേരളവർമ്മ കോളേജിലായിരുന്നു അദ്ദേഹത്തിന് വോട്ട് ഉണ്ടായിരുന്നത്. ക്രമനമ്പർ 442 ഉണ്ടായിരുന്നത്. ഈ ക്രമനമ്പർ 442 അദ്ദേഹം വോട്ട് ചെയ്തത് ഇവിടുത്തെ കൗൺസിലറുടെ അഡ്രസ്സിൽ പേര് ചേർത്ത്, വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് അദ്ദേഹം ഇവിടെ തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്യുകയായിരുന്നു. അതേസമയം തന്നെ അദ്ദേഹത്തിന് പൊന്നാനിയിലും വോട്ട് ഉണ്ടായിരുന്നു. ആ വോട്ട് അവിടെ നിന്നും ഡിലീഷൻ കൊടുത്തിട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇരട്ട വോട്ടായിരുന്നു അദ്ദേഹത്തിനും ഉണ്ടായിരുന്നത്. അത് നമുക്ക് സ്വാഭാവികമായും ഇവിടെ സ്ഥിരതാമസമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. ഈ ഇലക്ഷന് വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ബി.ജെ.പിയുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയതാണ്. അദ്ദേഹം ഇവിടെ വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പൊന്നാനിയിൽ പക്ഷേ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ബി.ജെ.പിയുടെ കുറേ ആളുകൾ ഈ മണ്ഡലത്തിന് പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വോട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ തന്നെ.